Good morning, all. Hello. Good morning. Okay, good morning. നമ്മള് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? Okay. Okay. നിങ്ങളെ വായിച്ച് നോക്കിയിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ? വായിച്ച് നോക്കിയായിരുന്നോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നമ്മൾ എവിടം വരെയാണ് എടുത്തു നിർത്തിയത്? നമ്മൾ എവിടം വരെയാണ് എടുത്തു നിർത്തിയത്? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് അത് ഡിസ്കസ് ചെയ്തു. എയർ ട്രാൻസ്പോർട്ട് വരെ ഓക്കെ, MICU വരെയാണ് എടുത്തു നിർത്തിയത്. ഇനി നമുക്കറിയാം എയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആംബുലൻസ് സർവീസിന്റെ അല്ലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് എങ്ങനെ ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ്സിനോട് കൂടിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ നമ്മൾ പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് നിന്നൊക്കെ ശ്രദ്ധയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. നമ്മളപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എയർ ട്രാൻസ്പോർട്ട് ആണ്. അപ്പൊ രണ്ടു തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതില് ഫസ്റ്റ് വണ് നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് എയർ ട്രാൻസ്പോർട്ട്. അപ്പൊ എന്താണ് നമുക്കറിയാം, ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ എയർപ്ലെയിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടും രോഗികളെ മറ്റൊരു ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ സംവിധാനത്തിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാം ചിലവേറിയ ഒരു കാര്യമാണ്. എങ്കിൽ കൂടി പേഷ്യന്റിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് അല്ലെ, പേഷ്യന്റിന്റെ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഫിനാൻസ് മുടക്കിയാലും അതിന് സാധ്യതയുണ്ടെങ്കിൽ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ആവുമ്പോഴാണ് എത്രയും വേഗത്തിൽ എത്തിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് എയർ ട്രാൻസ്പോർട്ട് അല്ലെ, നമുക്കറിയാവുന്നതാണ്. അപ്പൊ എന്താണ് അതിൽ പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. The use of air transport has been increasing in developed countries because of advantages of swift transport by including specialized medical care. Okay, then there has been an improved prognosis of patients with trauma, severe myocardial infarction and severe stroke owing to rapid provision of suitable medical care by the use of air transport. അതായത് നമുക്കറിയാം അല്ലെ, എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട രോഗികൾക്ക് PDF കാണുന്നില്ല. ഓക്കെ അല്ലേ, കാണാമോ? ഓക്കെ, നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിലൊക്കെ റെസ്പോണ്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ എന്തെന്നുള്ള മൈക്കിലാണ് ക്ലാസ് എടുത്ത് തുടങ്ങിയത്. ഓക്കെ, എന്താണ് അതിൽ നമ്മൾ പറഞ്ഞത്? എന്താണ് എയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള കഴിഞ്ഞ എക്സ്പ്ലനേഷൻസ് കഴിഞ്ഞു. അപ്പൊ എയർ ട്രാൻസ്പോർട്ടിലെ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട രോഗികൾക്ക് അല്ലെ, നമ്മൾ അത്ര എമർജൻസി സിറ്റുവേഷൻസിലാണ് നമ്മൾ
എന്താണ് ആ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പരിചരണത്തിന് വേണ്ടിയിട്ട് എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള രോഗികളാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അല്ലെ. അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജസ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. ചിലപ്പോൾ ഓർഗനൊക്കെ മാറ്റിവെക്കാൻ പറ്റുന്ന അല്ലെ, ഏതെങ്കിലും അവയവങ്ങളൊക്കെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ നടപടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അത്തരത്തിലുള്ള സേവനം തേടുന്നത്. നോക്കാം. The use of air transport has been increasing in the developed countries because of advantages of a swift transport by including specialized medical care. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എത്ര ഫിനാൻസ് മുടക്കി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ കെയറോട് കൂടിയിട്ട് അല്ലെ, സുരക്ഷ ഒരു എന്താണ് ഒരുക്കിയിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് നടത്തുന്നത്. തീർച്ചയായിട്ടും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർസ് ഒക്കെ അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. നമുക്കറിയാം ഡെവലപ്ഡ് അല്ലെ വികസിത കൺട്രികളിലൊക്കെ ഇതിന്റെ യൂസേജ് വർദ്ധിച്ചു വരുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ് പറയുന്നത്, there has been an improved prognosis of a patient with trauma, severe myocardial infarction and severe stroke owing to rapid provision of suitable. അതായത് പെട്ടെന്ന് അല്ലെ, റാപ്പിഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത്തരം രോഗികൾക്ക്, ഏതൊക്കെ രോഗികൾക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന പേഷ്യന്റ് അല്ലെ, പക്ഷാഘാതം വന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് നെഞ്ചുവേദന വന്നോ, ഭയങ്കര സിവിയർ ആയിട്ട് കഠിനമായിട്ടുള്ള നെഞ്ചുവേദനകൾ വരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പേഷ്യന്റിനെ ഒരു കോമ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു പേഷ്യന്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യന്റിന് നല്ല ഫെസിലിറ്റിയുള്ള ഓരോ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ള ഒരു അല്ലെ കാര്യം വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട്, ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം അവിടെ അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ കെയർ അതിനോടനുബന്ധിച്ച് കിട്ടാനുള്ള ഒരു സൗകര്യം കൂടിയും അവര് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഏത് ഹോസ്പിറ്റലിലേക്ക് വളരെ ലേറ്റ് ആയിട്ട് ചെയ്യുന്നതും എത്രയും പെട്ടെന്ന് ചെല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. എത്രയും പെട്ടെന്ന് ചെന്നെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രോഗിക്ക് രക്ഷപ്പെടാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് വേഗത്തിൽ ആ രോഗിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം അവിടെ ടൈമിനാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. ഇപ്പൊ സ്ട്രോക്ക് വന്നു, ഇതിന്റെ ടൈമിനുള്ളിൽ തന്നെ രോഗിയുടെ എന്താണ് ഈ സ്ട്രോക്കിന് സാഹചര്യം വന്നത് എന്നുള്ളതൊക്കെ കണ്ടെത്തി അവർക്ക് നമുക്കറിയാം ബ്ലഡ് സർക്കുലേഷൻ അത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവര് പക്ഷാഘാതം വന്ന് ഒരുപക്ഷെ തളർന്നു പോകാത്ത സ്റ്റേജിലേക്ക് എത്താനൊക്കെ ആയിട്ട് സാധിക്കും അല്ലേ. അതേമാതിരി തന്നെ ഹാർട്ട് അറ്റാക്ക് നമുക്കറിയാം എത്രയും പെട്ടെന്ന് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സകളെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് സൗകര്യമുള്ളവര് തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രധാനമായിട്ടും ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒക്കെയാണോ? ഓക്കെ, അപ്പൊ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്വിഫ്റ്റ് അല്ലെ, പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു മാർഗമാണ് എയർ ട്രാൻസ്പോർട്ടിൽ വരുന്നത്. ഞാൻ അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അത് നമുക്ക് നോക്കാം. അതിൽ പറയുന്നുണ്ട് ദ പേഷ്യന്റ് ഹു ആർ മോർ ലൈക്ലി ടു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം എയർ ട്രാൻസ്പോർട്ട് ആണോ. അതായത് ഏതൊക്കെ പേഷ്യന്റ് ആണ് ഇത്തരത്തിലുള്ള ഈ എയർ ട്രാൻസ്പോർട്ട് പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്നത്, അത് ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ദ പേഷ്യൻസ് വിത്ത് സിവിയർ ട്രോമ ആൻഡ് പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്, മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, ക്രഷ് ഇഞ്ചുറീസ് or patients with unstable vital signs. അതിലെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, പലതരത്തിലുള്ള രോഗികളെ അവിടെ വിഭാഗീകരണം ചെയ്തിട്ടുണ്ട്. അതായത് കഠിനമായിട്ടുള്ള അല്ലെ ആഘാതം ഏൽക്കുന്ന വ്യക്തികൾ, എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു ആക്സിഡന്റ് സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ആഘാതങ്ങൾ കഠിനമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ആഘാതങ്ങളാണ് ആ വ്യക്തിക്ക് ഏൽക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് ചെസ്റ്റ് അല്ലെ, പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമുക്ക് തുളച്ചു കയറുക നെഞ്ചിലേക്കൊക്കെ എന്തെങ്കിലും മാരകമായിട്ടുള്ള വസ്തുക്കളൊക്കെ എന്തെങ്കിലും തുളച്ചു കയറുകയാണെങ്കിൽ നമുക്കറിയാം ചെസ്റ്റിലേക്കൊക്കെയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ രോഗിയുടെ ആ ഒരു ജീവൻ അല്ലെ എന്തെങ്കിലും അപ്പൊ ഇതിലേക്ക് അല്ലെ ഒരുപാട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു പോകാനായിട്ട് നഷ്ടപ്പെട്ടു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് അല്ലെ, നമ്മുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഓർഗൻസുകൾക്കൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ, അല്ലെങ്കിൽ നെർവസിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ, ഞരമ്പുകൾക്കൊക്കെ നാഡി ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ബ്രെയിൻ ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിലൊക്കെ എത്രയും പെട്ടെന്ന് രോഗിയിൽ എത്തിക്കേണ്ടതുണ്ട്. ദെൻ ക്രഷ് ഇഞ്ചുറീസ്, ക്രഷ് എന്ന് പറയുമ്പോൾ ചതഞ്ഞ അല്ലെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴല്ലേ അത് ചതഞ്ഞ ഒടിവുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അപ്പൊ ചിലപ്പോ അത് സാധാരണ രീതിയിൽ ഒരു കൈ ചതയോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ല,
നമ്മുടെ ഇന്നർ ഓർഗൻസുകൾക്കൊക്കെ എന്തെങ്കിലും ചതവൊക്കെ സംഭവിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ രോഗിയെ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതുണ്ട്. ഓർ പേഷ്യൻസ് വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സയൻസ്, അതേമാതിരി തന്നെ എന്തെങ്കിലും സിഗ്നൽ അല്ലെ, പ്രഷർ നോക്കുമ്പോൾ ശരിയാവുന്നില്ല, ഷുഗർ ഡൗൺ ആയി പോകുന്നു, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സിഗ്നലുകൾ കൃത്യമായിട്ട് തന്നെ അത് കാണിക്കുന്നില്ല എങ്കിലും രോഗിയെ എത്രയും പെട്ടെന്ന് നല്ല പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരം തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾക്ക് ഏത് മാർഗം സ്വീകരിക്കാം എന്നാ പറയുന്നത്? നമ്മൾ ഇതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് ഏത് മാർഗം ഉപയോഗിച്ച് എയർ ട്രാൻസ്പോർട്ട് വഴി നമുക്ക് എത്രയും പെട്ടെന്ന് വലിയ സൗകര്യത്തിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള മിലിറ്ററി ബേസ് എക്സാമ്പിൾ ഒക്കെ വരില്ലേ? മിലിറ്ററി ബേസ് ഒക്കെ എക്സാമ്പിൾ വരും. കാരണം നമുക്കറിയാം എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ അല്ലെ അവരൊക്കെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരും. എത്രയും പെട്ടെന്നൊക്കെ ഏതെങ്കിലുമൊക്കെ സർവീസുകൾ അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അല്ലെ ഹെലികോപ്റ്ററിലൊക്കെ അല്ലെ മിലിറ്ററി സർവീസിന്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ സർവീസ് ചെയ്യും. കാരണം അവര് ആ ദുരന്ത മേഖലകളിൽ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ എത്തിക്കാം അല്ലെ. അവിടുന്ന് പോകാൻ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം റോഡ് മാർഗങ്ങളെല്ലാം തടസ്സങ്ങളാണെങ്കിൽ തന്നെ ഈ ഒരു എയർ ട്രാൻസ്പോർട്ടിന്റെ ഒരു ഫെസിലിറ്റീസ് ആയിരിക്കും അവർ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുക. ദെൻ നമുക്ക് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അപ്പോ നിങ്ങൾ പേഷ്യൻസിന്റെ ആ ഒരു കണ്ടീഷൻ നോക്കുക. ആ കണ്ടീഷൻ അത് സിവിയർ ആണ് അല്ലെ, അതികഠിനമായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് എത്രയും വേഗത്തിൽ കൊടുക്കേണ്ടതുണ്ട്. ദെൻ വീണ്ടും അതേമാതിരി തന്നെയുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് എന്നെ പറയാലോ? ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യേണ്ടതുണ്ടോ? ജസ്റ്റ് ഓരോന്നും കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ആണ്. അത് അങ്ങനെ എന്താണ് പ്രധാനമായിട്ടൊക്കെ ഇങ്ങനെ എടുത്തു ചോദിക്കില്ല. എന്നാലും എയർ ട്രാൻസ്പോർട്ടിന് ഏതൊക്കെ സ്വീകാര്യമാകാം? പൊതുവേ നമ്മള് കാണാറുള്ളത്, നിങ്ങൾക്ക് താഴേക്ക് പഠിച്ചു പോകുന്ന ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും കാണാറുള്ളത്, പേഷ്യൻസ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ പൊതുവെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്. നമുക്കറിയാം എത്രയും പെട്ടെന്ന് രോഗിക്ക് അവയവങ്ങൾ മാറ്റിവെക്കേണ്ട ശസ്ത്രക്രിയയൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആ ടൈം സേവ് ചെയ്യാനായിട്ട് എയർ ട്രാൻസ്പോർട്ട് ആണ് ചൂസ് ചെയ്യുക. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ കാണാറ്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും രീതിയിലൊക്കെ ഇത് നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോക്കി പോകാം. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് patients with severe trauma and penetrating chest injuries, multi-system injuries, crush injuries, or patient with unstable vital signs. Okay, next point like ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കാണാറില്ല. എങ്കിലും പോയിന്റ്സുകൾ, അതായത് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ അത് ചൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. പൊതുവെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തേർഡ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ആദ്യം അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. എങ്കിലും നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കാം. പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഇൻ ക്രൂഷ്യൽ നീഡ് ഓഫ് revascularization procedure, cardiac component with hemodynamic compromise, cardiogenic shock in need of intra-aortic balloon pump or other assisted devices. അതായത് എന്തെങ്കിലും അല്ലെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കുറെ വർക്കിംഗ് സംഭവങ്ങളുണ്ട് അല്ലെ. അതിന്റെ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട്, എന്താണ് നമ്മുടെ കിഡ്നി സംഭവങ്ങളെല്ലാം തന്നെ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ശരീരം നല്ല പ്രോപ്പർ ആയിട്ട് പോവുള്ളൂ അല്ലെ. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒരു ബ്ലോക്കുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആ ഈ പറയുന്ന ഫ്ലോയൊക്കെ നഷ്ടപ്പെടാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പൊ അതില് പല കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ഹൃദയത്തിനെ സംബന്ധിച്ചുണ്ട്, അതേമാതിരി തന്നെ നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും സംബന്ധിച്ച് ഒരു നല്ല ഫ്ലോയിലൂടെ പോയില്ലെങ്കിലാണ് ഈ ഒരു സംതിങ് അല്ലെ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവന് ഹാനികരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്ന ഒരു ഫസ്റ്റ് ഇത് പറയുന്ന അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആണ്. എന്താണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്? അതായത് രക്തയോട്ടം അത് ശരിയാവണ്ണം നടന്നു പോയില്ല എങ്കിൽ അല്ലെ, അത് ഹൃദയപേശികളുടെ ഒരു ഭാഗമൊക്കെ നമുക്ക് അത് പ്രവർത്തനരഹിതമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. നമുക്കറിയാം ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ, നമ്മൾ അറിയാതെ തന്നെ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് അല്ലെ, ഹൃദയപേശികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെ പെട്ടെന്ന് തന്നെ അത് അല്ലെ ആ പേശികളുടെ ഭാഗം പ്രവർത്തന രഹിതമായി പോകും.
അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് കൊറോണറി സിൻഡ്രം എന്ന് പറയുന്നത്, അക്യൂട്ട് കൊറോണറി സിൻഡ്രം എന്ന്. then ഇതില് പ്രധാനമായിട്ട് നമുക്കറിയാം ക്രൂഷ്യൽ നീഡ് ഓഫ് റിവാസ്കുലറൈസേഷൻ. എന്താണ് റിവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത്? ഇങ്ങനെ സംഭവിക്കുന്ന അവസ്ഥയിൽ അവിടെ നമുക്കറിയാം പേസ് മേക്കറിന്റെ അല്ലെ, നമ്മളിപ്പോ ഹൃദയത്തിന്റെ ഒക്കെ തന്നെയാണെങ്കിലും ആ ഒരു ഹൃദയത്തിന്റെ ആ ഒരു ഞരമ്പിലൂടെ നല്ല രീതിയിൽ തന്നെ ബ്ലഡ് പ്രവാഹം നടന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അല്ലെ, നമുക്ക് ആ ഫ്ലോ ഉണ്ടാവില്ല അല്ലെ, നമ്മുടെ ശരീരത്തിലേക്കുള്ള ആ ഇന്നിങ്ങും പുറന്തള്ളാനുള്ള ഒരവസ്ഥകളൊക്കെ, പ്രശ്നങ്ങളൊക്കെ, പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അത് പെർഫ്യൂഷൻ പുനഃസ്ഥാപിക്കണം അല്ലെ. അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ ചില എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഘടിപ്പിക്കും അല്ലെ. ചിലർക്കൊക്കെ കേട്ടിട്ടില്ലേ, റിവാസ്കുലറൈസേഷൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് തന്നെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് ആരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവൂലേ? ഉണ്ടോ? അല്ലെ. അപ്പൊ അതൊരു ശസ്ത്രക്രിയയിലൂടെയാണ് അത് അങ്ങനെ നമുക്ക് റിവാസ്കുലറൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റി പോലെ അല്ലെങ്കിൽ അത്തരത്തിലെ ബ്ലഡിന്റെ ആ ഒരു ഫ്ലോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിവാസ്കുലറൈസേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലും നമ്മൾ എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ആണ് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുമ്പോൾ കാർഡിയാക് ടാംപോണേഡ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ്. അത് എന്താ പറയുന്നത്, നമ്മുടെ ഹൃദയം അല്ലെ, അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ഇതുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകം അത് കൂടിയാലും പ്രശ്നമാണ്, ഹൃദയത്തിന് മര്യാദയായിട്ടുള്ള രീതിയിൽ അല്ലെ വാൽവുകൾക്ക് അത് തുറന്ന് മടഞ്ഞ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് തന്നെ നടത്താനായിട്ട് സാധിക്കാതെ വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മൾ എയർ ട്രാൻസ്പോർട്ട് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. then cardiogenic shock in need of intra-aortic balloon pump. ഇത് ഒരു ഷോർട്ട് ഫോം ആയിട്ടൊക്കെ കാണാറുണ്ട്. IABP എന്നാണ് അത് കാണിക്കാറുള്ളത്, IABP. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. IABP ഒന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് യൂസ് ചെയ്താൽ കൊള്ളായിരുന്നു. കാരണം നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, എന്താണ് നമ്മുടെ ഫുൾ ഫോം എപ്പോഴും അബ്രിവേഷൻ ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുള്ളത് കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. IABP എന്നുള്ളത് ലെറ്റേഴ്സ് ഒന്ന് ക്യാപിറ്റലൈസ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? IABP എന്നുള്ള ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അതില് പ്രധാനമായിട്ടും പറയുന്നത് ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് ആണ്. എന്താണ് ഇൻട്രായോട്ടിക് ബലൂൺ പമ്പിന്റെ പ്രത്യേകത? അതും ഇതേമാതിരി തന്നെ ഹൃദയത്തിന്റെ അല്ലെ രക്തത്തിന്റെ പമ്പിങ് നന്നായിട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കാർഡിയോജനിക് ഒരു ഹൃദയാഘാതം പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഈ ഒരു ബലൂൺ പമ്പിന്റെ സ്പന്ദനം, അതന്നെ ഹൃദയസ്പന്ദനം, നമ്മുടെ ഹൃദയസ്പന്ദനമൊക്കെ അറ്റാക്ക് പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ബലൂൺ പമ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് രോഗിക്ക് അല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രോഗികളെയും എത്രയും പെട്ടെന്ന് മറ്റു പ്ലേസുകളിലേക്കൊക്കെ എത്തിക്കണം. അതിനും എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ അതിന്റെ പ്രത്യേകത അതാണ്, പീർക്കുകയും ഹൃദയമെടുപ്പുകൾക്കിടയിൽ വിശ്രമിക്കുക. അത് തീർച്ചയായിട്ടും വീണ്ടും അല്ലെ ശരീരം വീണ്ടും അവർക്ക് ജീവൻ റിക്കവർ ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് എത്തണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള അല്ലെ നമ്മളൊക്കെ അറിയാം അല്ലെ, ഏത് രോഗികളാണ് ഒരു കാലൊടിഞ്ഞ രോഗികൾക്ക് പെട്ടെന്ന് ഒരു എയർ ട്രാൻസ്പോർട്ടിന്റെ ആവശ്യകതയില്ല അല്ലെ, നമുക്കറിയാം. അത് എത്രയും പെട്ടെന്ന് എത്തിക്കണം. പക്ഷെ അതേസമയം ഒരു അറ്റാക്ക് വന്ന പേഴ്സൺസിനെ അതിനേക്കാൾ അതിവേഗം നമ്മൾ എത്തിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എയർ ട്രാൻസ്പോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട രോഗികളെ ആണ് എങ്കിൽ ഈ എയർ ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്യാമെന്നുള്ളതാണ്. അതേമാതിരി തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, പേഷ്യൻസ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഇതാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളത്. എന്താണ് പേഷ്യൻസ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അപ്പൊ ഏത് മോഡാണ് തിരഞ്ഞെടുക്കാറുള്ളത്? ഏത് മോഡാണ്? എയർ ട്രാൻസ്പോർട്ട് ആണ് തിരഞ്ഞെടുക്കാറ്. അതായത് നമ്മുടെ ഓർഗൻ ഒക്കെ എന്തെങ്കിലും അല്ലെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യങ്ങളിൽ സമയത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ എയർ ട്രാൻസ്പോർട്ട് തന്നെയാണ് പ്രിഫർ ചെയ്യാറ്.
then critically ill high risk medical or a surgical patient. എന്താണ് അല്ലെ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് പേഷ്യന്റിനും ക്രിട്ടിക്കൽ ആണോ എന്നുള്ളത് അത് അനുസരിച്ചിട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്യുന്നത് അല്ലെ. വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു ആംബുലൻസിൽ പോകാൻ സാഹചര്യമുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങളായിരിക്കും. പിന്നെ ഫിനാൻഷ്യലി ഹൈ ആണെങ്കിൽ മിക്കവരും അത് തെരഞ്ഞെടുത്തിരിക്കും അല്ലെ, സ്വാഭാവികമല്ലേ? ആണോ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസ് ആണെങ്കിൽ അങ്ങനെ ഒന്ന് സ്പെഷ്യൽ ചെയ്ത് തിരഞ്ഞെടുക്കുന്നത് മാത്രം. അതല്ലാതെ നമുക്കറിയാം വലിയ പ്രശ്നമില്ലാത്തവരൊക്കെ ആംബുലൻസ് സേവനങ്ങളൊക്കെ ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്. എന്താണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതും ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് തമ്മിലുള്ള വ്യത്യാസം. എയർ ട്രാൻസ്പോർട്ട് ആകുമ്പോൾ അതിവേഗം ചികിത്സ കിട്ടേണ്ട രോഗികളെയാണ് അവിടെ എയർ ട്രാൻസ്പോർട്ട് എന്നുള്ള ആ ഒരു രീതിയിൽ സ്വീകാര്യമാക്കുന്നത്. തീർച്ചയായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള രോഗികളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. അതായത് ഹൃദയവുമായി ബന്ധപ്പെട്ട് അല്ലെ എത്രയും പെട്ടെന്ന് അറ്റാക്ക് വരുന്ന പേഴ്സൺസ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും പേശികൾക്കെല്ലാം രക്തയോട്ടം നിലച്ചു പോകുന്ന ഒരവസ്ഥ, സ്ട്രോക്ക് വരുന്ന പേഷ്യൻസ്, ഇത്ര സമയത്തിനുള്ളിൽ അവരെ രക്തം അല്ലെ ഫ്ലോ ആക്കണം, രക്തകട്ട പിടിച്ചത് നിർവീര്യമാക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്ത് തളർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ എന്താണ് അതിന് സാധ്യമാണ് എങ്കിൽ എയർ ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്യാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? വായിച്ചു നോക്കാട്ടോ. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. IAB എന്നുള്ളതും IABP എന്നുള്ളതും നോട്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് പോവുക. മിക്കപ്പോഴും അതും ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ഇൻട്രാ ഓർട്ടിക്, then ബലൂൺ പമ്പ്. ഇൻട്രയോട്ടിക്, ബലൂൺ പമ്പ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്കംപനിയിങ് ദ പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം അക്കംപനിയിങ് ദ പേഷ്യന്റ്. അപ്പൊ നമ്മൾ കണ്ടു ഏതൊക്കെ ട്രാൻസ്പോർട്ട് ആണെന്നുള്ളത് കണ്ടു. അതില് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും കണ്ടു. അത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആയിരുന്നു കണ്ടത് അല്ലെ. നമ്മളിപ്പോ എന്താണ് എവിടുന്ന് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്തത്? ഡിസിഷൻ ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു തീരുമാനമെടുത്തു. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ കണ്ടു. അതായത് രോഗിയെ ഒരുക്കി തന്നെ ഏത് രീതിയിലാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏത് രീതിയിലാണ് വായുമാർഗം മുഖേനയാണോ റോഡ് മാർഗം മുഖേനയാണോ രോഗിയെ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം കണ്ടു. ഞാൻ എന്താണ് നെക്സ്റ്റ് വരുന്നത്? അക്കംപനിയിങ് ദ പേഷ്യന്റ്. ആരൊക്കെയാണ് ഈ രോഗിയോടൊപ്പം പോകേണ്ടത് അല്ലെ? വെറുതെ രോഗിയെ ആംബുലൻസിൽ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞയച്ചാൽ മാത്രം പോരാ അല്ലെ. അവരോടൊപ്പം ചിലപ്പോഴൊക്കെ രോഗിയോടൊപ്പം തന്നെ എന്താണ് അവിടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ സേവനം ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. അതല്ല, ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതെ റിലേറ്റീവ്സിന് മാത്രം അക്കംപനി ചെയ്തിട്ട് രോഗിയെ കൊണ്ടുപോകാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള രീതിയിലുള്ള പേഷ്യൻസുകളുണ്ട് അല്ലെ, ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അതില് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗം. It is normally suggested to have at least 2 proficient personnel accompanying the patient to be shifted. എപ്പോഴും നമുക്കറിയാം ഒരു അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഈ രോഗിയോടൊപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. The care needed by each patient in the course of a transfer relies on the level of a patient's critical care dependency and correspondency are divided into. അതായത് നമ്മൾക്കറിയാം പേഷ്യന്റിന്റെ ലെവല് അല്ലെ. വലിയ പ്രശ്നമില്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ അവര് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലൊക്കെ മതിയാവും. അതല്ലെങ്കിൽ ഒരു ഹെൽപ്പറിന്റെ ഒക്കെ സഹായത്തോടുകൂടി കൊണ്ടുപോകാം. അതല്ലെങ്കിൽ നമുക്കറിയാം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ഒക്കെയാണ്. അപ്പൊ നമുക്കറിയാം അത് രോഗിയെ അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയതുകൊണ്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊന്ന് അല്ലെ നിരീക്ഷിച്ച് രോഗിയും കൂടി നിരീക്ഷിച്ച് അറിഞ്ഞ് ആ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്തു പോകേണ്ട പേഷ്യൻസും ഉണ്ടാകാം. അപ്പൊ അവരെയൊക്കെ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള എന്താണ് അത് കൃത്യമായിട്ട് അറിയാവുന്ന പേഴ്സൺസ് തന്നെ അവരോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്തു പോകേണ്ടതുണ്ട്.
നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ 4 വിഭാഗങ്ങളായിട്ടാണ് ഇത്തരത്തില് എത്ര പേഴ്സൺസ് അക്കംപനി ചെയ്യണമെന്നുള്ള ഒരു രീതിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. അതിലെ ലെവൽ 0 അല്ലെ, ലെവൽ 0 പറയുന്നത് it consists of patients who can manage at the ward level of ward in a hospital and are normally not needed to be accompanied by any specialized person. അതായത് ഇങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അല്ലെ, അത് ഒരു വാർഡിൽ നിന്നൊക്കെ മറ്റൊരു വാർഡിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഒരു വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഹു ക്യാൻ ബി മാനേജ്ഡ് അറ്റ് ദ വാർഡ് ലെവൽ ഓഫ് വാർഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയൊക്കെയാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ആൻഡ് ആർ നോർമലി നോട്ട് നീഡ് ടു ബി അക്കംപൈൻഡ് ബൈ എനി സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ്. ഒരു വലിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും അവരോട് കൂടി അക്കംപനി ചെയ്ത് പോകേണ്ടതില്ല. Then level 1 പറയുമ്പോൾ it consists of those patients who are at deteriorating condition in the course of the transfer, but can be managed in a acute ward sitting by the support for critical care team. ഓക്കെ, ഇതില് നമ്മൾ പറയുമ്പോൾ അതപതിച്ച് പോകാനായിട്ടുള്ള അല്ലെ, അവരുടെ ആരോഗ്യസ്ഥിത നില ചിലപ്പോൾ വഷളായി പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെ. ആർ അറ്റ് ഡിറ്റോറിയേറ്റിംഗ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് അതപതിച്ച് പോകാനായിട്ടുള്ള ചെറിയ സാധ്യതകളുണ്ട്. പിന്നെ പറയുകയാണ് ബട്ട് ക്യാൻ ബി മാനേജ്ഡ് ഇൻ അക്യൂട്ട് വാർഡ് സിറ്റിംഗ് ബൈ ദ സപ്പോർട്ട് ഓഫ് ക്രിട്ടിക്കൽ കെയർ ടീം. വലിയ കുഴപ്പമില്ലാതെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആയിട്ടുണ്ടെങ്കിൽ അല്ലെ, നോക്കുന്നത് അനുസരിച്ചിട്ട് അവരുടെ എന്താണ് മോണിറ്ററിൽ എന്തെങ്കിലും നിരീക്ഷിക്കുന്നത് അനുസരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല, അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ ഈ പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. These usually should be accompanied by a paramedical unit, a trained nurse. ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് ആണെങ്കിലും ഈ വ്യക്തിയെ നിരീക്ഷിച്ചുകൊണ്ട് അല്ലെ വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറുടെയോ നഴ്സിന്റെയോ ഒക്കെ സേവനം ആവശ്യമില്ല. എന്നാലും എന്താണ് ചിലപ്പോ എന്താ BP കുറഞ്ഞു പോകാൻ എന്തെങ്കിലും അല്ലെ, ഒരു സംതിങ് എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോകാനായിട്ട്, BP എന്ന മറ്റേതെങ്കിലും അല്ലെ, മറ്റേതെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരെ അവിടേക്ക് എത്തിക്കുന്നത് വരേക്കും ഒരു എന്താണ് പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ആവശ്യകതയെ വരുന്നുള്ളൂ എന്ന്. Then level 2 നോക്കുകയാണെങ്കിൽ it consists of a patient who are in need of observation or intervention for failure of a single organ system and have to be accompanied by trained and professional person. അപ്പൊ അതില് പറയുന്നത് ഒരു അല്ലെ, ഓരോ ഓർഗൻ സിസ്റ്റത്തിന് എന്തൊക്കെയോ കംപ്ലൈന്റ് ഉണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ഇത് നോക്കുമ്പോൾ ഒരു ഇതിന് മാത്രം, ഒരു ഓർഗൻ സിസ്റ്റത്തിന് മാത്രം കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ, എന്നാൽ എന്താണ് പേഷ്യന്റ് വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ നമുക്കറിയാം അങ്ങനെ വരുന്ന പേഴ്സൺസിന് അത് കൈകാര്യം ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി അല്ലെ, ഒരു മതിയായ അറിവുള്ള ഒരു സ്റ്റാഫും കൂടി അവരെ അക്കമ്പനി ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം രോഗിയുടെ നില വഷളാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒപ്പം പോകേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പൊ എടുത്ത് പറയുന്നുണ്ട് എന്താണ് ഫെയിലിയർ ഓഫ് എ സിംഗിൾ ഓർഗൻ സിസ്റ്റം അല്ലെ, സിംഗിൾ ഓർഗൻ സിസ്റ്റം ഫെയിലിയർ ആണ് അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ ആരെ അക്കമ്പനി ചെയ്യണമെന്ന് പറയുന്നത് ഒരു ട്രെയിൻഡ് പ്രൊഫഷണൽ പേഴ്സൺ എങ്കിലും ഈ രോഗിയോടൊപ്പം തന്നെ പോകേണ്ടതുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് 3 ലെവലാണ് കഴിഞ്ഞത്. ഫസ്റ്റ് ലെവലിൽ ഇത് മിക്കപ്പോഴും കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. എന്താണ് ലെവൽ 0 എന്താ പറഞ്ഞത്? ആരെങ്കിലും അക്കമ്പനി ചെയ്യണമെന്ന് പറഞ്ഞോ? അല്ലെ, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ദെൻ എന്താണ് നെക്സ്റ്റില് പറയുമ്പോഴെന്താ പറയുന്നത്? ലെവൽ 1 എന്താ പറയുന്നത്? ഓക്കെ, ഒരാണെങ്കിലും അത് ആരായിരിക്കണം എന്നെടുത്ത് പറയുന്നുണ്ട്. ഒരു പാരാമെഡിക്കൽ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് ആണെങ്കിലും അക്കമ്പനി ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അല്ലെ. അതേസമയം ഒരു സിംഗിൾ ഓർഗൻ സിസ്റ്റം ഫെയിലിയർ ആണ് എങ്കിൽ അങ്ങനെയുള്ള രോഗികളോടൊപ്പം ആര് കൂടെ പോകണമെന്നാ പറയുന്നത്? ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നഴ്സ് കൂടെ പോകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വീണ്ടും പറയുകയാണ് എന്താണ് ലെവൽ 3. ഓക്കെ, അപ്പൊ അതില് വീണ്ടും എടുത്ത് പറയാണ് ലെവൽ 3 എന്താ പറയുന്നത്?
It consists of a patient with the need of advanced respiratory care during the transport with the support of at least 2 failing organ systems systems. Okay. അപ്പൊ അതായത് ഇതിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അതായത് ശ്വാസം എടുക്കാനും പുറന്തള്ളാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യന്റ് ഒക്കെയാണ്. അത് മാത്രമല്ല അവര് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും എന്താണ് 2 ഓർഗൻ സിസ്റ്റം എങ്കിലും ഫെയിലിയർ ആണ് അല്ലെ. രോഗികളെ ശ്വാസം മുട്ട് മാത്രമല്ല അനുഭവപ്പെടുന്നത്, അതോടൊപ്പം തന്നെ 1-2 അവയവങ്ങൾക്ക് അല്ലെ, നമുക്കറിയാം ഹേർട്ടിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവയവങ്ങളുടെയൊക്കെ ഇച്ചിരി കൂടി ക്രിട്ടിക്കൽ ആയിട്ട് സ്റ്റേജസ് ഉള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫെയിലിയറിംഗ് പേഷ്യന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവരെ അറ്റ്ലീസ്റ്റ് 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ these patients must be accompanied by a competent doctor along with the nurse and a paramedic. അതായത് നമ്മൾക്ക് അല്ലെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടർ, അതോടൊപ്പം തന്നെ എന്താണ് ഒരു നഴ്സ് അല്ലെങ്കിൽ അവരോടൊപ്പം പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെ അക്കമ്പനി ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ക്രിട്ടിക്കലി പേഷ്യന്റ് ആണ്. എന്താണ് അദ്ദേഹത്തിന് എന്താണ് ശ്വാസതടസ്സമുണ്ട്, ഒപ്പം തന്നെ 1-2 ഓർഗൻ പ്രോബ്ലംസും കൂടി അല്ലെ അവർക്ക് നിലവിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് നിരീക്ഷണ വിധേയമാക്കിയിട്ട് തന്നെ ആ രോഗിയെ അല്ലെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് തന്നെ നിരീക്ഷണ വിധേയമാക്കിയിട്ട് ആ രോഗിക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ചില എക്യുപ്മെന്റ്സിന്റെ സേവനം ആ രോഗിക്ക് കൊടുക്കേണ്ടതുണ്ടാവും, മെഡിസിന്റെ ഉപയോഗം ആ രോഗിക്ക് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അതെല്ലാം നിരീക്ഷിച്ച് അതിനനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറിന്റെ സേവനം ആവശ്യമാണ്, നഴ്സുമാരുടെ സേവനം ആവശ്യമാണ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരാമെഡിക്കൽ വ്യക്തിയുടെ സേവനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ, നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫും കൂടിയും ഇത്തരത്തിലുള്ള രോഗികളുടെ ഒപ്പം എന്താണ് അക്കമ്പനി ചെയ്യണം, അവരോടൊപ്പം തന്നെ പോകണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ാണോ ഒന്ന് വായിച്ചു നോക്കാം. ാണോ? ഈ ലെവലുകൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട് ഓർഗൻ സിസ്റ്റം ഇതാണ് എങ്കിൽ ഏത് ലെവലാണ് അല്ലെ, എന്താണ് പേഷ്യൻസിനോടൊപ്പം തന്നെ പോകുന്നതിൽ ഏത് ലെവലാണ് തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോ ആരെ കമ്പനി ചെയ്ത് പോകണം, എത്ര പേരെ കമ്പനി ചെയ്ത് പോകണം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. നമുക്ക് പഠിക്കാനും വലിയ പ്രശ്നമില്ലാത്തൊരു ഭാഗമാണ് അല്ലെ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് പഠിച്ചെടുക്കാനായിട്ട്. ലെവൽ 0-ല് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ലെവൽ 1-ലാണെങ്കിൽ നമുക്കറിയാം ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ആവശ്യകത വരുന്നുണ്ട്. അതേസമയം ലെവൽ 2-ലാകുമ്പോൾ നഴ്സിന്റെയും കൂടി കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ആവശ്യകത വരുന്നുണ്ട്. ലെവൽ 3-ലാകുമ്പോൾ ഡോക്ടറിന്റെയും നഴ്സിന്റെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനം വരുന്നുണ്ട്. കാരണം ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. The accompanying person should be aptly trained, competent and experienced, and preferably should have done training in patient transfer and should have enough training in advanced cardiac life support, airway management and critical care. അതായത് ഇത്തരത്തിലുള്ള പേഷ്യന്റിനോടൊപ്പം തന്നെ പോകുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസുകൾ അവര് തീർച്ചയായിട്ടും എന്താണ് പരിശീലനം ലഭിച്ചവരായിരിക്കണം അല്ലെ. നമുക്കറിയാം അവരായിരിക്കും അല്ലെ രോഗിയുടെ ആ ആരോഗ്യനിലയെ നമുക്ക് തീർച്ചയായിട്ടും പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് രോഗിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനാണ് അല്ലെ. അപ്പൊ കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ ആ പേഴ്സൺസ് മസ്റ്റ് ആയിട്ടും എന്താണ് പരിശീലനം ലഭിച്ചവരായിരിക്കണം. എന്താ പറയുന്നത്, കോമ്പിറ്റന്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രിഫറബിളി ഷുഡ് ഹാവ് ഡൺ ട്രെയിനിങ് ഇൻ എ പേഷ്യന്റ് ട്രാൻസ്ഫർ അല്ലെ. അവർക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി അനുഭവ പരിചയം ഉണ്ടായിരുന്നു അല്ലെ. ഇങ്ങനെ
പല സ്ഥലങ്ങളിലേക്കൊക്കെ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ഇതുകളിലുണ്ടെങ്കിൽ അവർ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അവർ അനുഭവ പരിചയമുള്ളവരായിരിക്കണം. പല പേഷ്യന്റിനെയും ഇങ്ങനെ കൊണ്ടുപോയി ഉള്ള ഒരു പരിചയം അവർക്ക് ഉണ്ടായിരിക്കണം. Then it should have enough training in advanced cardiac life support, airway management. അതായത് രോഗിക്ക് അല്ലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ക്രിട്ടിക്കൽ സ്റ്റേജുകളൊക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമുള്ള ഡിഫിബ്രിലേറ്റർ ആയിട്ടുള്ള മെഷീൻ അല്ലെ ശ്വാസം തടസ്സമൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മെഷീന്റെയൊക്കെ ഉപയോഗം ആ രോഗിക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവ് ഉള്ള വ്യക്തികളായിരിക്കണം അല്ലെ. നമുക്കറിയാം ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് ഇതൊരു അല്ലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സന്റെയും കൂടി സഹായത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺസിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മതിയായ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. എയർവേ മാനേജ്മെന്റ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ, നമുക്കറിയാം ശ്വാസതടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സപ്പോർട്ടുകളുടെ ആവശ്യകത വരുന്നുണ്ട് എങ്കിൽ അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഞാൻ എന്താ പറയുന്നത്, ഇഫ് ദ ഫിസിഷ്യൻ ഈസ് നോട്ട് അവൈലബിൾ ടു ഷിഫ്റ്റ് അൺസ്റ്റേബിൾ പേഷ്യൻസ്, then the provision of a conducting the physician concerned by the transporter team should centrally be ready for a service. അതായത് അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അല്ലെ, നമ്മളിപ്പോ ഒരു ഫിസിഷ്യൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ, അതായത് ഡോക്ടർ ഇല്ല അക്കമ്പനി ചെയ്ത് പോവാൻ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, പക്ഷെ അവരോടൊപ്പം പോകാനായിട്ട് ഡോക്ടറുടെ ഒരു സാഹചര്യം പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരു കേസുകളിൽ എന്താണ് ഒരു പ്രൊവിഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫിസിഷ്യനെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഈ ഫിസിഷ്യൻ പറയുന്നത് അനുസരിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് സേവനം ചെയ്തു കൊടുക്കാനായിട്ട് മതിയായ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ പേഷ്യന്റിനോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. If the physician is not available to shift unstable patients, then the provision of conducting the physician concerned by the transport team should certainly be ready for a service. അത് സർവീസ് ഡോക്ടർ പറയുന്നത് അനുസരിച്ചിട്ടുള്ള സേവനം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇവരോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്ത് പോകേണ്ടത് എന്നുള്ളത്. ക്ലിയർ ആണോ? കീവേഡ്സ് നോക്കാം. അങ്ങനെ അവിടെ ഒരു പ്രൊഫഷൻ കൂടി പറയുന്നത് ഇങ്ങനെ ഒരു വ്യവസ്ഥയും ഉണ്ടായിരിക്കണം, അതായത് ഡോക്ടറിനെ ബന്ധപ്പെടാനുള്ള ഒരു വ്യവസ്ഥ അല്ലെ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡോക്ടർ ഇല്ല എങ്കിലും ഇവിടെയുള്ള പേഴ്സൺസിന്റെ ഒരു നഴ്സിന്റെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് മാത്രമേ ഉള്ളെങ്കിൽ അവരുടെ മാത്രം സേവനം ലഭ്യമാക്കി കൊണ്ടുപോകാനല്ല അവിടെ വ്യവസ്ഥ വരുന്നത്. എന്താണ് ഡോക്ടറുടെ സേവനം അത് ഇൻ കേസ് നമുക്കറിയാം ഫോണിലൂടെ ആണെങ്കിലും ഈ കാലഘട്ടത്തിൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാനും കൃത്യമായിട്ട് തന്നെ മെസ്സേജ് പാസ് ചെയ്യാനും സാധിക്കും അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ വീഡിയോ കോളോട് കൂടിയിട്ട് മനസ്സിലാക്കി തരാൻ തന്നെ പറ്റിയെന്ന് വരും. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ മിസ്സിംഗ് ഉണ്ട് എങ്കിലും അത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നഴ്സ് ഉണ്ടായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്കപ്പോ നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് കൂടി പോകാം. കൂടുതൽ എടുത്തിട്ടില്ലല്ലോ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ്. എന്താണ് അതിൽ പറയുന്നത്? എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് വരികയാണ്. നമ്മൾ കണ്ട് അല്ലെ 1 by 1 ആയിട്ട് ഓരോ പോയിന്റ്സുകളാണ് ട്രാൻസ്പോർട്ട് പേഷ്യന്റുമായിട്ട് കണ്ടത്. അവിടെ രോഗിയോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്തു പോകുന്ന പേഴ്സൺസിന്റെ ഇതുവരെയാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ രോഗിക്കൊപ്പം എന്താണ് കുറച്ച് മരുന്നുകളോ അല്ലെങ്കിൽ മെഷീൻസുകളോ അങ്ങനെയൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടതുണ്ടാവും അല്ലെ. രോഗി മാത്രമല്ല, രോഗിയോടൊപ്പം പേഴ്സൺസ് മാത്രമല്ല, കഴിവുള്ള പേഴ്സൺസ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ചില എക്യുപ്മെന്റ്സുകളെല്ലാം ഇതെല്ലാം ഉപകരണങ്ങളൊക്കെ രോഗിയോടൊപ്പം കൊണ്ടുപോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കാം. A proper inspection with the provision of all life-saving drugs is compulsory for a transfer of all patients with level 1, 2 and 3 critical care needs.
അതായത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, വലിയ കുഴപ്പമില്ലാത്തൊരു പേഷ്യന്റ് എന്ന് പറയുന്നത് 0 ലെവലിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അല്ലെ, ആണോ? ഓക്കെ. 1, 2, 3 ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ഒന്നല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം, അല്ലെങ്കിൽ നഴ്സ് വേണം, അല്ലെങ്കിൽ ഡോക്ടർ, നഴ്സ്, അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ഒക്കെ അക്കമ്പനി ചെയ്യണമെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസിന്റെ സ്വഭാവ രീതി അനുസരിച്ചിട്ട് അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലെ, അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ്, അവരെ നിരീക്ഷിച്ചുകൊണ്ട് വേണം ഈ രോഗ കൈമാറ്റം ചെയ്യാനായിട്ട് ഉള്ള സാധ്യത തയ്യാറാക്കേണ്ടത്. അപ്പൊ ഈ പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിങ് ഡ്രഗ്സ്, അവർക്ക് അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷാ മരുന്നുകളെല്ലാം തന്നെ എന്താണ് അത് വിലയിരുത്തണം. ഏത് രീതിയിലുള്ള മരുന്നുകളാണ് ഇന്ന രോഗികൾക്ക് എടുക്കേണ്ടത്, അത് മസ്റ്റായിട്ടും അവര് കരുതി വെക്കണം എന്നുള്ളതാണ്. ഏത് സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് a proper inspection with the provision of all life-saving drugs is compulsory for transfer of all patients with the level 1, 2 and 3 critical care needs. അപ്പൊ നമ്മൾ കണ്ട് 0 ലെവൽ അല്ലാത്ത തരത്തിലുള്ള 1, 2, 3 ലെവലിലുള്ള എല്ലാ തരത്തിലുള്ള പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള എന്താണ് ജീവൻ രക്ഷാ മരുന്നുകൾ അതെന്താന്നുള്ളത് കണ്ടെത്തി അത് കരുതി വെക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് അതെ, മുന്നേ കൂട്ടി കരുതി വെക്കാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ദ ട്രാൻസ്ഫർ ആംബുലൻസ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ഓൾ ദ ഡ്രഗ്സ് ആൻഡ് ഡിവൈസസ് നീഡഡ് ഫോർ എയർവേ ഓപ്പറേഷൻ, ഓക്സിജനൈസേഷൻ, then oxygenation, ventilation, then hemodynamic monitoring and resuscitation. എന്ന് വെച്ചാൽ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകൾ ഉണ്ട്, അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ആംബുലൻസ് നമ്മൾ റെഡിയാക്കി നിർത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് അല്ലെ വേണം എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇനി അത് മാത്രമല്ല, ചില ഡിവൈസുകളെല്ലാം, ചില ഉപകരണങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ വേണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ചിലപ്പോഴൊക്കെ എയർവേ ഓപ്പറേഷൻ അല്ലെ, നമുക്ക് വായു കൊടുക്കേണ്ട അവസ്ഥ, ശ്വാസം കൊടുക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യം അവിടെ, ഓക്സിജനേഷൻ ഒക്കെ അവിടെ റെഡിയാക്കി നിർത്തണം. ആവശ്യത്തിന് വെന്റിലേഷൻ അവിടെ ഉണ്ടായിരിക്കണം. എന്താണ് ഹീമോഡൈനാമിക് മോണിറ്ററിങ്, എന്തെങ്കിലുമൊക്കെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നിരീക്ഷിച്ച് അറിയേണ്ടതുണ്ട്. റെസിസിറ്റേഷൻ എന്ന് പറയുന്നത് പുനർജീവന് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഡിവൈസുകൾ എന്തെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫിബ്രിലേറ്റർ പോലെയുള്ള എക്യുപ്മെന്റ്സുകളുടെ ആവശ്യകതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കരുതി വെക്കേണ്ടതാണ്. ഓക്കെ, മെഡിസിൻസ് കരുതി വെക്കണമെന്ന് പറഞ്ഞ മാതിരി തന്നെ എന്താണ് രോഗിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനേഷനും വെന്റിലേഷനും തന്നെ എന്തെങ്കിലും ഹീമോഡൈനാമിക് മോണിറ്ററിങ്ങും റിസസിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് പുനർജീവനെ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ കരുതി വെക്കണം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? അയച്ചു നോക്കണ്ട, ചെറിയ ചെറിയ വേർഡ്സുകളൊക്കെ ആണെങ്കിലും കുറച്ച് മനസ്സിലാക്കി പോകേണ്ടതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പോയിന്റ്സ് ഒന്നും നിർത്തി പോണത്. ഓരോ പോയിന്റ്സ് നിർത്തി പോകാം, വായിച്ചു നോക്കാം. അല്ലേ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് മരുന്നുകളുടെ ഒക്കെ പ്രത്യേകത പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ചില മെഡിസിൻസും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെ all the inspection need to be confirmed before the beginning of a transfer together with the starting of infusion drugs. അതായത് നമ്മളെപ്പോഴും അറിയാം അല്ലെ, ഒരു ചില രോഗികളെ സംബന്ധിച്ച് ഇതെല്ലാം എക്സാമിനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെ, നിരീക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ എന്താണ് അവരെ ഒന്ന് വൈകിട്ട് അല്ലെ, വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റർബഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെ ഒന്ന് മയക്കിയിട്ടൊക്കെയാണ് ട്രാൻസ്ഫർ നടത്താനായിട്ട് തയ്യാറാവുന്നത്. ഓൾ ദ ഇൻസ്പെക്ഷൻ നീഡ് ടു ബി കൺഫേംഡ്
before the beginning of a transfer together with the starting of a infusion drugs. The drugs required for patients transfer involve muscle relaxants, sedative, analgesia, then hydrons and resuscitation drugs. അതായത് ചില മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മെഡിസിന്റെ ആവശ്യകതയില്ല അല്ലെ. പേഷ്യൻസിന്റെ ഒരു സ്റ്റേജസ് അനുസരിച്ചിട്ടാണ്. ചിലർക്ക് എന്താണ് ഒന്ന് മയങ്ങി കിടക്കേണ്ട മെഡിസിൻസ് ആയിരിക്കും, ചിലർക്ക് എന്താണ് റിലാക്സ് ചെയ്ത് അല്ലെ വളരെ ശാന്തമായിട്ട് നമ്മുടെ തലയിലൊന്നും ഒരുപാട് എന്താ പറയാ ഒരുപാട് നെർവിന് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഡിസ്റ്റർബഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് റിലാക്സ് ചെയ്ത ഒരു മൂഡിൽ തന്നെ പോകണം എന്നുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കണം. ദെൻ അനാൽജസിസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, അപ്പൊ ഒന്ന് വേദന അല്ലെ കുറച്ചുകൊണ്ട് വരാൻ തരത്തിലുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ് പറയുന്നത് ഐനോട്രോപ്സ് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ മസിൽസുകൾക്കൊക്കെ ഭയങ്കര അല്ലെ ചുരുങ്ങുക അങ്ങനെയൊക്കെയുള്ള മസിൽ പെയിൻ ഒക്കെ ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. തന്നെ നേരത്തെ പറഞ്ഞ മാതിരി റെസിസ്റ്റേഷൻ ഡ്രഗ്സ് എന്ന് വെച്ചാൽ പുനർജീവന അവരുടെ ജീവനെ ഒന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ചില മരുന്നുകൾ ചില പേഷ്യൻസിന് ആവശ്യമായിട്ടുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ്സുകളെല്ലാം കൃത്യമായിട്ട് തന്നെ അവര് ആർക്കാണോ അങ്ങനെയുള്ള ഡ്രഗ്സ് റിക്വയർ ആയിട്ടുള്ളത് അല്ലെ ആവശ്യമായിട്ടുള്ളത് അത്തരത്തിലുള്ള പേഷ്യൻസിന് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കരുതി വെക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. The persons responsible to patient transfer should assure correct supplies of these emergency drugs. നമുക്കറിയാം ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ മാത്രമാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. എല്ലാവർക്കും ഇത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമോ? എന്നാൽ കുറച്ച് സെഡേറ്റീവ് അങ്ങനെ ഇരിക്കട്ടെ അത് ഒരുപാട് ഇൻജെക്ട് ചെയ്ത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അത് റെസ്പോൺസിബിൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട പേഴ്സൺസ് മാത്രമാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. അവര് കറക്റ്റ് ആയിട്ടുള്ള സപ്ലൈയിൽ അല്ലെ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമാണ് ഇവർക്കൊക്കെ കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. സം ഓഫ് ദീസ് ഡ്രഗ്സ് മേ ബി നീഡഡ് ടു ബി പ്രിപ്പയർഡ് ഇൻ പ്രീഫിൽഡ് സിറിഞ്ച് ബിഫോർ ദ ട്രാൻസ്ഫർ. ചിലപ്പോഴൊക്കെ എന്താണ് ചിലപ്പോഴല്ലേ ഭയങ്കര ഇമോഷണൽ ആകുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെ ഭയങ്കര പൊട്ടിത്തെറിയുള്ള തിരിച്ച കൺട്രോൾ നിൽക്കാത്ത പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ മയക്കി കിടത്തിയിട്ടൊക്കെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അവര് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടായിരുന്ന നേരത്തേക്ക് 2 കനാൽസ് ഒക്കെ അല്ലെ കാനുവൽസ് ഒക്കെ ഫിറ്റ് ചെയ്യണം. കാരണം ഏതെങ്കിലും വളർന്നത്തിലൊക്കെ ബ്ലോക്ക് ആയ മറ്റു കാനലിലൂടെ ഒക്കെ ഈ പറഞ്ഞോണം ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള രോഗികളൊക്കെ പെട്ടെന്ന് വയലൻസി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീഫിൽഡ് സിറിഞ്ച് അല്ലെ നേരത്തെ കൂട്ടി ഫില്ല് ചെയ്തൊക്കെ വെക്കണം. ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഇങ്ങനെയുള്ള ചാൻസുകൾ വരുമ്പോൾ അവരുടെ റിക്കവർ ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നേരത്തെ കൂട്ടി റീഫിൽഡ് സിറിഞ്ചിന്റെ ഉള്ളിൽ നേരത്തെ കൂട്ടി ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ഫിൽ ചെയ്ത് വെക്കണം എന്നതും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കാം. സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ആണോ? അടുത്ത പോയിന്റ് എടുത്തോട്ടെ. അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. നിങ്ങൾ തരുമ്പോ വായിച്ചു നോക്കണം കേട്ടോ. എന്തായാലും നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ സജസ്റ്റഡ് ഫോർ പേഷ്യൻസ് patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation and temperature. അതായത് നമ്മൾ മിനിമം സ്റ്റാൻഡേർഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അവരെ അല്ലെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലൊക്കെ നമ്മൾ എപ്പോഴും രോഗിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം അല്ലെ. ചിലപ്പോഴൊക്കെ എന്താണ് അവിടെ തടസ്സമില്ലാത്ത രീതിയിലൊക്കെ എന്തെങ്കിലും ശ്രദ്ധപ്പെടുകയാണെങ്കിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ ECG ഒക്കെ ആവശ്യകത അതായത് ഇലക്ട്രോകാർഡിയം നമ്മൾ തടസ്സമില്ലാത്ത രീതിയിലാണ് വ്യക്തികൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത്
ഒക്കെയാണോ, അല്ലെങ്കിൽ ഹൃദയാഘാതമൊക്കെ പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എന്നുള്ളതൊക്കെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ, വലിയ അക്രമാസക്തമായിട്ടുള്ള ബ്ലഡ് പ്രഷർ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണം. നമുക്കറിയാം ചില പേഷ്യൻസിനോടൊപ്പം തന്നെ ഇങ്ങനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനത്തോട് കൂടിയിട്ടായിരിക്കും പേഷ്യൻസിനെ മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് നോക്കി കൈകാര്യം ചെയ്ത് പോകണം. ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് ടെമ്പറേച്ചർ, ഓക്സിജനൊക്കെ എന്താണ് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡയോക്സൈഡ് ഒക്കെ കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്സിമീറ്റർ ഒക്കെ വെച്ച് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കണം. കൃത്യമായിട്ട് തന്നെയാണോ ഓക്സിജൻ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമാണോ ഓക്സിജൻ വലിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രമാണോ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത്. ശരീരത്തിന് നമുക്കറിയാം തുല്യമായ രീതിയിൽ, അതിന്റെ മതിയായ രീതിയിൽ തന്നെ ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യണം അല്ലെ. അപ്പൊ അതൊക്കെ ഇടയ്ക്ക് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് രോഗിക്ക്, ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ രോഗിയെ യഥാസ്ഥലത്ത് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. The non-invasive blood pressure may be noted affected by the motion effects, അതായത് ആഫ്റ്റർ എഫക്ട്സ്. അതില് കൃത്യമായിട്ട് നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ബൈ ദ മോഷൻ ആഫ്റ്റർ എഫക്ട്സ് എന്നാണ്. ക്ലിയർ ആണോ? നിങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെയാണോ കിടക്കുന്നത്? തേർഡ് പോയിന്റില് അല്ല, അതൊന്ന് ക്ലിയർ ചെയ്തേരെ. അതായത് നമ്മളിപ്പോ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ രോഗിക്ക് ചിലപ്പോഴൊക്കെ ശ്വാസതടസ്സമൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുന്ന കേൾക്കാറുണ്ടല്ലേ, ആ രോഗീനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഈ രോഗിക്ക് രോഗം കൂടിപ്പോയത്. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എനിക്ക്, കാരണം ആ പോകുന്ന മാത്രയിൽ ചിലപ്പോൾ രോഗിക്ക് കൂടുതൽ ശ്വാസം തടസ്സമൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. അവർക്കൊക്കെ കുറച്ചും കൂടി അല്ലെ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു പോക്കിലൊക്കെ എന്താണ് അവർക്ക് പെട്ടെന്ന് ശ്വാസതടസ്സമൊക്കെ കൂടി വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. മോഷൻ ആഫ്റ്റർ എഫക്റ്റ്, ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചലനം കൊണ്ട് ഉണ്ടാകുന്നത് അല്ലെ, നമ്മൾ ഒരു ട്രാൻസ്ഫർ നടത്തുമ്പോൾ ചലനത്തിന്റെ ഇതായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ്. ഓക്കെ, അതൊന്ന് മാറ്റിയിട്ട് ആഫ്റ്റർ എഫക്റ്റ് എന്നാക്കാം. ഓക്കെ, ആർട്ടിഫാക്ട് എന്നാണ് അത് കൊടുക്കുന്നത്. ആഫ്റ്റർ എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ്. ഓക്കെ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ മോഷൻ, ചലനത്തിന് ശേഷമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അല്ലെ, ആ ചലനം കൊണ്ടുണ്ടാവുന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അതിന്റെ ബാക്കി പത്രം എന്ന് പറയാം. അതുകൊണ്ടാണ് രോഗിക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യത അല്ലെ. അപ്പൊ ഈ അക്രമാസക്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രഷർ വേരിയേഷനോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലംസോ അല്ലെങ്കിൽ ബ്രെയിൻ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ കൂടി മനസ്സിലാക്കേണ്ടതാണ്. സോ ഇറ്റ് മേ ബി കോഷ്യസ് ടു യൂസ് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ഷൻ ഇൻ എ സെലക്ടഡ് സബ്സെന്റ് ഓഫ് എ പേഷ്യന്റ്. അതായത് വെച്ചാൽ എപ്പോഴും അല്ലെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ശ്രദ്ധ വരണം. രോഗിയെ ഇടയ്ക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമുക്കറിയാം ആ ഒരു ചലനം കൊണ്ട് അല്ലെ, രോഗി ആംബുലൻസിലൊക്കെ പോകുന്ന ഒരു ടൈമില് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ചലനം കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ രോഗിക്ക് ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ കൂടാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, so it may be cautious to use the invasive blood pressure inspection in a selected subset of patients. Okay, clear അല്ലേ? ഓക്കെ, അതില് യൂണിറ്റ് എന്നുള്ളതാണ് കേട്ടോ. പാരാമെഡിക്കൽ യൂണിറ്റിൽ നിന്ന് ഒരു ട്രെയിൻഡ് നഴ്സിന്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ഇതല്ലേ ഉദ്ദേശിച്ചത്? യെസ്, ഓക്കെ. തേർഡ് പോയിന്റ് ഇവിടെയല്ലേ ക്ലിയർ ചെയ്തോ? ഇത് ലെവൽ 1 ആ പാരാമെഡിക്കൽ യൂണിറ്റ് ട്രെയിൻഡ് നഴ്സ് എന്നുള്ളതല്ലേ ക്ലിയർ ചെയ്യേണ്ടത്? ഓക്കെ ആയില്ലേ?
ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ടാ എന്തെങ്കിലും ഉണ്ടോ? ഈ പോയിന്റ് വെച്ച് ഓക്കെ, ഈ പോയിന്റ് വെച്ച് നോക്കാം. The minimum standard of inspection suggested for a patient transfer include uninterrupted electrocardiograph inspection, then a non-invasive blood pressure, oxygen saturation and temperature. നമ്മൾ ഒരു എപ്പോഴും ഇവരെ എന്താ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഇവർക്ക് അല്ലെ എന്തെങ്കിലും ECG ഒക്കെ മോണിറ്റർ ചെയ്യേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അതൊക്കെ ഇൻസ്പെക്ഷൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് പ്രഷർ അല്ലെ അക്രമാസക്തമായ രീതിയിൽ ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് ചിലപ്പോഴൊക്കെ ഓക്സിജൻ അല്ലെ നേരത്തെ പറഞ്ഞ മാതിരി ഓക്സിമീറ്റർ ഒക്കെ വെച്ച് തന്നെ ഇവര് അതിയാവണ്ണം ഒരു ഓക്സിജൻ ഒക്കെ എടുക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ചൂട് അല്ലെ, ചൂട് കൂടുതൽ നമുക്കറിയാം ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിരീക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. The non-invasive blood pressure may be notable affected by the motion after effects, so it may be cautious to use invasive blood pressure inspection in a selected subset of patients. അതായത് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട് അല്ലെ, അവിടെ ഒരു ചലനം വരുന്നുണ്ട് അല്ലെ. അപ്പം മൂവ്മെന്റ് വരുന്നത് കൊണ്ട് തന്നെ രോഗിക്ക് ഏതെങ്കിലും രീതിയിൽ BP ഒക്കെ കൂടാനൊക്കെ ആയിട്ടുള്ള നമുക്കറിയാം. ഓക്സിജൻ എന്താണ് ആംബുലൻസ് ഒക്കെ ഭയങ്കര സ്പീഡിൽ പോകേണ്ട ഒരു ആവശ്യകതയിലാണ് എങ്കിൽ ആ പോകുന്നതിൽ തന്നെ അവരുടെ ഹെർട്ടും BP ഒക്കെ കൂടാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഹെഡ് ബീക്കും BP ഒക്കെ കൂടാനുള്ള സാധ്യതയില്ലേ? ആംബുലൻസിൽ ആരെങ്കിലും അക്കമ്പനി ചെയ്ത് പോയിട്ടുണ്ടോ? കാരണം ഭയങ്കര സ്പീഡിൽ ഓക്കെ അങ്ങനെ പോകുമ്പോൾ വളരെ സ്പീഡിലാണെങ്കിൽ നല്ല ഫുൾ മൈൻഡ് അല്ലെ, ഫുൾ കോൺഫിഡൻസോട് കൂടി വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആരോഗ്യവാനാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ പേഷ്യന്റ് ആണ്, പേഷ്യന്റിന്റെ ലെവല് ഇച്ചിരി കൂടി ആരോഗ്യമില്ലാത്ത സ്ഥിതിയിലാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ മൂവ്മെന്റ് സ്പീഡിലുള്ള മൂവ്മെന്റ് ഒക്കെ ആകുമ്പോൾ അവർക്ക് BP ഒക്കെ വരാനായിട്ട് കൂടാനൊക്കെ ആയിട്ടുള്ള സാധ്യത ഉണ്ട് അല്ലെ, തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ അത് നോട്ടബിൾ ആക്കണം, എപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്, നിരീക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും? ലെവൽ 0, 1, 2, 3 എന്ന് പറയണത് അക്കമ്പനി ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ അനുസരിച്ചിട്ടാണോ ഈ 0, 1, 2 എന്നൊക്കെ ഇട്ടേക്കുന്നത്? അതെ അതെ അതെ, സീറോയില് പ്രത്യേകിച്ച് ആൾക്കാരെ വേണ്ട എന്നുള്ളതാണ്. അക്കമ്പനി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമല്ല അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടല്ല. വേണ്ട പേഷ്യന്റിനോടൊപ്പം വേണ്ട എന്നുള്ളത് റെപ്രസെന്റ് ചെയ്തിട്ടാണ് 0. ഓക്കെ, അപ്പൊ 1-ലാണെങ്കിൽ അങ്ങനെ 1-ലാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇത് പറയുന്നുണ്ട് അല്ലെ, ക്രിട്ടിക്കൽ കെയർ പാരാമെഡിക്കൽ സ്റ്റാഫ് വേണമെങ്കിൽ ആവാം എന്നുള്ളത് പറയുന്നുണ്ട്. ലെവൽ 2-ലാണെങ്കിൽ നമ്മള് നേഴ്സിന്, പക്ഷെ അവിടെ എണ്ണത്തില് ലെവൽ 2 എന്നുള്ളതിന്റെ എണ്ണത്തിനനുസരിച്ച് 2 എന്നുള്ള ഒരു റെപ്രസെന്റേഷൻ അല്ല അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ട്രെയിൻഡ് നേഴ്സിന്റെ ആവശ്യകതയുണ്ടെന്നാ പറയുന്നത്. എത്ര പേഴ്സൺ എന്നുള്ളതിനെ വെച്ചിട്ടല്ല, ലെവൽ തരംതിരിച്ച് വെച്ചിരിക്കുകയാണ്. 3-ലാവുമ്പോൾ ഡോക്ടർ, നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫും ആവാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.